രാജശ്രീ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ചക്കപ്പഴം ചേർത്തുള്ള ഒരു കേക്കാണ്. വളരെ സ്വാദിഷ്ടമായ ഈ കേക്ക് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ബാറ്റർ മിക്സിയുടെ ജാറിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ടു നോക്കൂ. ചൂടായ പാത്രത്തിലേക്ക് 125 ഗ്രാം പഞ്ചസാര ഇട്ടൊന്ന് കാരമലൈസ് എടുക്കാം. പഞ്ചസാര ഉരുകി വരുന്നുണ്ട്. നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 200 ml വെള്ളം, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 200 ml വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. ml വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 50 ഗ്രാം പഞ്ചസാരയോടെ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. അതിലേക്ക് ഒരു 5 ഗ്രാമ്പും ലേശം ജാതിപത്രിയും ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരു 12 പൊടിച്ച പഞ്ചസാരയിലേക്ക് ഒരു 12 ചക്കപ്പഴത്തിൻ്റെ ചുള ഇട്ടിട്ടുണ്ട്. ഇത് ആവി കയറ്റി എടുത്തതാണ്. ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ഇനി 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ടയുടെ മണം മാറാനായിട്ട് ഒരടപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കേക്കിനാവശ്യമായ മൈദ ഒന്ന് അരിച്ചെടുക്കാം. 280 ഗ്രാം മൈദയാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 175 ഗ്രാം പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു 3/4 സ്പൂൺ ബേക്കിംഗ് സോഡയാണിത്. ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല. ബേക്കിംഗ് പൗഡർ ചേർക്കാതെ തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒന്ന് അരിച്ചെടുക്കാം. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ 2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. 100 ml ഉരുക്കിയ ബട്ടറാണ് ഒഴിച്ചത്. അരിച്ചു വെച്ച മൈദയും ജാറിലേക്ക് തന്നെ ഇടാം. എളുപ്പം ബാറ്റർ തയ്യാറാക്കാൻ മിക്സിയുടെ ജാർ മതി. കാരമലൈസ് വെച്ച പഞ്ചസാര പാനി ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ അടിച്ചെടുക്കുമ്പോൾ കട്ടി കൂടുതലാണെങ്കിൽ കാച്ചിയ പാത്രത്തിൽ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ബാറ്റർ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് മിക്സ് ചെയ്ത ശേഷം മിക്സിയിൽ വെച്ച് ബാക്ക് ബട്ടൺ അടിച്ചോണം കറക്കിയെടുക്കാൻ. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. കേക്കിൻ്റെ ട്രായിൽ നെയ്യ് തേച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് ഒന്ന് കുടഞ്ഞ ശേഷം കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. തട്ടിക്കൊടുക്കാവുന്ന എൻ്റെ എയർ ബൗൾസൊക്കെ ഒന്ന് പോകാനായിട്ട്. നട്ട്സ് വെച്ച് കൊടുക്കാം. ചൂട് കട്ടിയുള്ള ഉരുളിയാണ്. അത് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതാണ്. അത് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഒരു വളയം വെച്ചിട്ട് കേക്കിൻ്റെ ട്രാ വെച്ചിട്ടുണ്ട്. അടപ്പ് കൊണ്ട് മൂടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായി ഇടികല്ലാണ് വയ്ക്കുന്നത്. ഒട്ടും ചൂട് പുറത്ത് പോകാതിരിക്കാനാണ്. 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേക്ക് ഒന്ന് നോക്കാം.
സ്റ്റിക്കിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. കേക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. തണുത്തിട്ടുണ്ട്. തട്ടിയപ്പോൾ തന്നെ ഇങ്ങനെ ഇളകി വന്നു. ഈ കേക്കിന് നല്ല ഫ്ലേവറാണ്. ചക്കയുടെ ബട്ടർ ചേർത്തതുകൊണ്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും. കേക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റായ കേക്കാണിത്. വരിക്കച്ചക്ക കിട്ടുന്ന സമയത്ത് ഇതുപോലൊരു കേക്ക് തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.